ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ഇറാനെതിരെ വീണ്ടും അമേരിക്കൻ വ്യോമാക്രമണം. ഹോർമുസ് പൂർണ്ണമായും അടച്ചു. പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടി. ഇറാനെതിരെ വീണ്ടും അമേരിക്കൻ വ്യോമാക്രമണം. സൗത്ത് പാഴ്സിലെ പെട്രോ കെമിക്കൽ പ്ലാന്റ് തകർത്തു. US സൈനിക ഹെലികോപ്റ്റർ ആക്രമിച്ചതിനുള്ള മറുപടിയെന്ന് പെന്റഗൺ. ആവശ്യമെങ്കിൽ ബോംബുകൾ ഉപയോഗിച്ചാകും ഇനി ചർച്ചയെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് വ്യക്തമാക്കി. അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചെന്ന് ഇറാൻ സൈന്യം. കോഴിക്കോട് നിപ്പ ബാധ. രോഗിയുടെ സമ്പർക്ക പട്ടിക വലുത്. ഹൈറിസ്ക് സാഹചര്യം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മന്ത്രി കെ മുരളീധരൻ. നിപ്പ സ്ഥിരീകരിച്ച രോഗിയുടെ സമ്പർക്ക പട്ടിക വലുതെന്നും ജീവനക്കാരോട് ക്വാറന്റൈനിൽ പോകുവാൻ നിർദ്ദേശിച്ചുവെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നാളെ പൂനെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലെ ഫലം പുറത്തുവരും. നിലവിൽ നിപ്പ പ്രോട്ടോകോളാണ് പാലിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രോഗിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയതായി മന്ത്രി അറിയിച്ചു. ഒമാൻ തീരത്ത് ഒരു വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം. 3 ഇന്ത്യക്കാരെ കാണാതായി. ഒമാൻ തീരത്ത് ഒരു വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യക്കാരെ കാണാതായി. വിദേശകാര്യ മന്ത്രാലയം 21 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. സെറ്റബെല്ലോ വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. രക്ഷാപ്രവർത്തനത്തിൽ ഒമാൻ അധികൃതരുമായി ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുന്നു. ഒമാനിലെ എംബസി സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. മേഖലയിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ തുടരുന്നത് ആശങ്കാജനകമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. നിക്ഷേപകരുടെ തെറ്റിദ്ധാരണ മറികടക്കണം. ബംഗാൾ വിട്ട ടാറ്റയെ തിരികെ എത്തിക്കുവാൻ BJP. ബംഗാളിലേക്ക് ടാറ്റ ഗ്രൂപ്പിനെ തിരികെ എത്തിക്കുമെന്ന് BJP. സംസ്ഥാനം വീണ്ടും വ്യവസായത്തിന് സജീവമെന്ന് ശക്തമായ സന്ദേശം നൽകുമെന്ന് വ്യവസായ മന്ത്രി തപസ് റോയ്. 2008 മമതാ ബാനർജി സിംഗൂരിൽ നയിച്ച ഭൂമി ഏറ്റെടുക്കുവാൻ വിരുദ്ധ പ്രക്ഷോഭത്തെ തുടർന്നാണ് നാനോ പദ്ധതി ഉപേക്ഷിച്ച് ടാറ്റ സംസ്ഥാനം വിട്ടത്. ഇഡിക്ക് തിരിച്ചടി. ന്യൂസ് ക്ലിക്ക് സ്ഥാപകനെതിരായ കേസ് റദ്ദാക്കി ഡൽഹി ഹൈക്കോടതി. അധികാരം ദുർവിനിയോഗം ചെയ്തെന്ന് വിമർശനം. ന്യൂസ് ക്ലിക്ക് സ്ഥാപകൻ പ്രബീർ പുരകായസ്ഥയ്ക്ക് എതിരായ ഇഡി കേസ് റദ്ദാക്കി ഡൽഹി ഹൈക്കോടതി. ഇഡി അധികാരം ദുർവിനിയോഗം ചെയ്തെന്ന് ഡൽഹി ഹൈക്കോടതി വിമർശിച്ചു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ പത്രപ്രവർത്തനത്തിനെതിരെയാണ് ഇഡി അധികാരം ദുർവിനിയോഗിച്ചതെന്നും കോടതിയുടെ രൂക്ഷ വിമർശനം. കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന ഇഡിയുടെ ആരോപണം തികച്ചും അടിസ്ഥാനരഹിതമെന്നും കോടതിയുടെ നിരീക്ഷണം. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മൈൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സുഗതന്റെ അറസ്റ്റ്. വട്ടിയൂർക്കാവിൽ വെടിവെച്ചയുടെ ആവശ്യമില്ലായിരുന്നു മന്ത്രി കെ മുരളീധരൻ. BJP കൌൺസിലർ R. സുഗതന്റെ അറസ്റ്റിൽ പോലീസിനെതിരെ മന്ത്രിയും സ്ഥലം MLAയുമായ കെ മുരളീധരൻ. വട്ടിയൂർക്കാവിൽ വെടിയൊച്ചയുടെ ആവശ്യമില്ലായിരുന്നു. പോലീസ് ടെൻഷൻ ഉണ്ടാക്കേണ്ടതില്ല. പോലീസ് വെടിയൊച്ചകൾ ഒഴിവാക്കുവാൻ സമയമായെന്നും മന്ത്രി പറഞ്ഞു. വി ജോയ് ജില്ലാ സെക്രട്ടറി ആയതിൽ അതൃപ്തിയില്ല. അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിട്ടില്ല വി ശിവൻകുട്ടി. വി ജോയ് ജില്ലാ സെക്രട്ടറി ആയതിൽ അതൃപ്തിയില്ലെന്ന് വി ശിവൻകുട്ടി. ഉൾപാർട്ടി ചർച്ചകൾ നടക്കാറുണ്ടെന്നും അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിട്ടില്ലെന്നും വി ശിവൻകുട്ടി പറഞ്ഞു. പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടെന്നും ജനാധിപത്യ രീതിയിലാണ് സെക്രട്ടറിയെ തിരഞ്ഞെടുത്തത് എന്നും വി ശിവൻകുട്ടി പറഞ്ഞു. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല. പാർട്ടിയിൽ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട് എന്നും വി ശിവൻകുട്ടി പറഞ്ഞു. നടപടിക്രമങ്ങൾ പാലിച്ചാണ് ജില്ലാ സെക്രട്ടറിയെ തീരുമാനിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.